ഇപ്പോൾ അവർക്ക് മത തീവ്രവാദമില്ല. അത് ഒരു ദിവസം കൊണ്ട് മത തീവ്രവാദം ഇല്ലാതായി. ശ്രീ CK ഷാക്കിർ, അങ്ങനെയാണെങ്കിൽ RSSന്റെ പിന്തുണ സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? RSSനോടും ജമാഅത്തെ ഇസ്ലാമിയോടുമുള്ള നിലപാടുകൾ എങ്ങനെയാണ് നിങ്ങൾ വേർതിരിച്ചു പറയുന്നത്? ഇനി അടവൊന്നും മാറ്റിയാലേ രക്ഷയുള്ളൂ. മഞ്ജുഷ, അതിനു മുമ്പ് എനിക്ക് ഒരു മിനിറ്റ് സമയം തരണം. നിങ്ങൾ ഇടപെടരുത് ദയവ് ചെയ്തിട്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞ് ഇപ്പൊ കാസർഗോഡ് നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ശ്രീ VD സതീശന്റെ ജാഥയുടെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് അതിനിടയ്ക്ക് ഇപ്പോ ചെറിയൊരു സൗകര്യം കിട്ടുമ്പോൾ ഇവിടെ ഇരുന്നതാണ്. ഇനി സമസ്തയുടെ സമ്മേളനത്തിൽ അതൊന്ന് സംബന്ധിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ കൂടുതൽ സമയമില്ല. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്താന്ന് വെച്ചാൽ പറഞ്ഞു തൊലക്കടോ. പിന്നെ അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ രാഷ്ട്രീയ ചർച്ച, ഇത്തരം ചർച്ചകൾ എടുക്കുന്നതിന് മുമ്പ് പിന്നെ സ്വന്തം അമ്മ മരിച്ചിട്ട് കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. ആ അമ്മയുടെ എന്താ പറയാ ഒരു സ്നേഹവും മനുഷ്യത്വവും കാണിക്കാതെ അധിക്ഷേപിച്ച ഒരു വ്യക്തിയുമായി ഇത്തരം ചർച്ചകളിൽ ഇരിക്കുന്നതിന് വളരെ വലിയ പ്രയാസമുണ്ട്. അത്ര നിർബന്ധമാണ്, ഞാൻ തരാം വണ്ടിക്കൂലി, വേഗം സ്ഥലം വിടും. വ്യക്തിപരമായി നമുക്ക് ആരോടും പ്രശ്നമില്ല. പക്ഷെ അത്തരം മനുഷ്യത്വം പോലും ഇല്ലാത്ത ആളുകളെ വിളിച്ചു വരുത്തി രാഷ്ട്രീയം സംസാരിക്കരുത് ദയവ് ചെയ്തു. എന്റെ അമ്മയ്ക്ക് എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? അത് സംസാരിക്കുന്നത് നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറില്ലേ? ഉമ്മാന്റെ കാര്യം നമുക്ക് വേണേ വേറെ പറയാം. സ്വർഗത്തിൽ ഹൂറന്മാരില്ല. ആരിഫ് ഹുസൈനെ, ഞാൻ ഇവിടെ മനുഷ്യന്മാരുടെ സംസാരമുള്ളൂ, പോലെ മനുഷ്യത്വമില്ലാത്ത ആളോട് സംസാരില്ല. ഞാൻ ആദ്യം പറഞ്ഞു സംസാരില്ല. എന്റെ കാര്യം അല്ലല്ല, ഞാൻ ചോദിച്ചതിന് പറയും, വ്യക്തിപരമായ കാര്യങ്ങൾ പിന്നീട്. ചോദിച്ചതിന് ഉത്തരം പറയേ ഷാക്കിർ, ചോദിച്ചതിന് ഉത്തരം പറയേ. ഇവനെന്തൊരു തോൽവിയാണ്. RSSന്റെ പിന്തുണ സ്വീകരിക്കും. RSSും ഈ ജമാഅത്ത് ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നതും തമ്മിൽ നിങ്ങൾ എങ്ങനെ വേർതിരിച്ച് പറയും എന്നുള്ളതാണ്. മഞ്ജുഷ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ 1925 മുതൽ RSS ഹിന്ദു രാഷ്ട്രവാദവുമായി ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്നു. കേട്ട് ഞാൻ മടുത്തു. എത്രയോ വർഗീയ കലാപങ്ങൾ, വർഗീയ ആഹ്വാനങ്ങള്, അധിക്ഷേപങ്ങള്, വംശീയ എന്താ പറയാ വംശഹത്യകള് ഇങ്ങനെ നിരന്തരമായി നടത്തിയിട്ടുള്ള ആളുകൾ RSS. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ തന്നെ ഉള്ളത് മതരാഷ്ട്രവാദമാണ്. പറയട്ടെ അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് വ്യത്യാസം എങ്ങനെ പറയുമെന്നാണ്. അവർക്ക് സമയം കൊടുക്കുന്ന എന്നെ സംസാരിക്കുമ്പോൾ ഇടപെട്ട് തടസ്സപ്പെടുത്തല്ലേ? ഞാൻ പറയട്ടെ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. എനിക്ക് ഇയാളോട് 4 വർത്താനം പറയാൻ എന്താ പറയാ? ഞാൻ പറയുന്നത് RSS എന്ന പിന്നെ വർഗീയ കക്ഷി ഈ രാജ്യത്തിന് ശത്രുവായി, മാനവ കുലത്തിന് ശത്രുവായി വർഗീയത കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ആദ്യം സ്വയം നന്നാവ്, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്ക്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി, ഞാൻ ആദ്യം പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും നയങ്ങളോട് അവർ നിലപാടുകളോട് യോജിപ്പുള്ള ആളുകളല്ല നമ്മൾ. മതപരമായി വ്യത്യസ്ത അഭിപ്രായമുണ്ട്, മതപരമായിട്ടുണ്ട്, രാഷ്ട്രീയപരമായിട്ടുണ്ട്. പക്ഷേ അവര് രാഷ്ട്രീയപരമായി ഒരു പാർട്ടി ഉണ്ടാക്കി കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ നേരത്തെ CPM-മായി അവർ സഖ്യമുണ്ടായപ്പോൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി വർഗീയമാണെന്നല്ല, അന്ന് അവർ എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാട് തെറ്റായിരുന്നു എന്നാണ്. CPM-നെ പോലെ വികസന വിരുദ്ധതയുള്ള തരാതരം പോലെ വർഗീയ കക്ഷികളെ കൂട്ടുപിടിക്കുന്ന ഒരു സംഘടനയ്ക്ക് പിന്തുണ കൊടുത്തത് രാഷ്ട്രീയമായും നമ്മുടെ കേരളീയ സമൂഹത്തിനും അപകടകരമാണ് എന്നാണ് അക്കാലത്ത് UDF പറഞ്ഞിട്ടുള്ളത്. അന്ന് മതരാഷ്ട്രവാദം ഉണ്ടെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, തനിക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. അന്നുണ്ടായിരുന്നു എന്നാണ് മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിരുന്നു, ഇന്നതില്ല എന്നാണ്. അതായത് അവരുടെ ഭരണഘടന മാറി എന്നാണ്. അപ്പോൾ നിങ്ങൾ ഓരോ നേതാക്കളും പറയുന്ന ഓരോ രീതിയിലാവുകയാണ്. നീ ഒന്നും പണയണ്ട. സയ്യിദ് പണിക്കർ, പൊരുത്തക്കേടുണ്ടോ? LDF-ഉം UDF-ഉം ഇതിൽ ഒരേ നിലപാട് തന്നെയാണ് കേട്ടോ. പക്ഷേ LDF-ന്റെ പ്രശ്നം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഇത്തവണ LDF-ന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല, അതുകൊണ്ട് അവർ വർഗീയവാദികളായി എന്നതേ ഉള്ളൂ. സയ്യിദ് VD സതീശന്റെ പ്രസ്താവന എങ്ങനെയാണ് കാണുന്നത്? ശ്രീ മഞ്ജുഷ, താങ്കൾ പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയാണ്. കാരണം LDF ദീർഘകാലം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നത് രാജസ്ഥാനിലോ മറ്റോ ഒരു സീറ്റിലും തമിഴ്നാട്ടിലെ മധുര ഉൾപ്പെടെയുള്ള ഡിണ്ടുഗൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഒക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അവർ സ്വീകരിച്ചിരുന്നു. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആൾക്കാർ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. അവര് CPM-നാണ് അവർ വോട്ട് ചെയ്യുന്നത് എന്ന രീതിയിലത്തേക്കൊക്കെ അവർ പറഞ്ഞിരുന്നതുമാണ്. അപ്പൊ ഇത്തവണ കാറ്റ് മാറി വീശുന്നു. ആ കാറ്റ് UDF-ന് അനുകൂലമാണ് എന്നതുകൊണ്ടാണ് CPM ഈ കാര്യത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്കറിയാം. ഇവിടെ ശ്രീ VD സതീശന്റെ പ്രസ്താവനയെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്നത് കേരളത്തിലെ അമീർ പറഞ്ഞു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയുടെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം മാറും എന്ന നിലയ്ക്കാണ്. അയാൾ നമ്മൾ വിചാരിച്ച ഒരു കച്ചവടക്കാരനല്ല. അതായത് ജമാഅത്തെ ഇസ്ലാമി എന്നത്
മുൻ വർഷങ്ങളിലെല്ലാം തന്നെ ഒരു മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി വാദിക്കുന്ന സംഘടനയാണ് എന്ന കാര്യത്തിൽ ശ്രീ വി ഡി സതീശന് എതിരഭിപ്രായമില്ല. അങ്ങനെ അവർ വാദിച്ചിരുന്ന സമയത്ത് അവർ ഇടതുപക്ഷത്തിനെയാണ് പിന്തുണച്ചത് എന്ന് പറയുന്നു. എന്നിട്ട് കേരളത്തിലെ അമീർ അദ്ദേഹം ഈ സംഘടനയുടെ സ്വഭാവം മാറിയിട്ടുണ്ട് എന്ന നിലയ്ക്ക് സംസാരിച്ചിരിക്കുന്നു. അതായത് അവര് മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല എന്നൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ആ സംഘടനയുടെ സ്വഭാവം മാറി എന്ന നിലയ്ക്കാണ് ശ്രീ വി ഡി സതീശൻ അവരെ ന്യായീകരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഒരു പാരലൽ നമ്മളിവിടെ കൊണ്ടുവരാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ RSSന്റെ തലപ്പത്ത് ഇരിക്കുന്നയാളാണ് സർസംഘചാലക്. ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകത്തിന്റെ അമീർ എന്നതിനേക്കാൾ കൂടുതൽ ചുമതല ദേശീയ സംഘടനയായിട്ടുള്ള രാജ്യത്ത് മൊത്തമുള്ള RSSന്റെ സർസംഘചാലകായിട്ടിരിക്കുന്ന ആളിന് ഉണ്ട് എന്നതിനെ കുറിച്ച് അറിയാം. അങ്ങനെയാണെങ്കിൽ RSSുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കാഴ്ചപ്പാടുകൾ അതിലെന്തെങ്കിലും തിരുത്തലുകൾ സർസംഘചാലക് വരുത്തിയാൽ അതും വി ഡി സതീശൻ അംഗീകരിക്കേണ്ടി വരും. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറഞ്ഞത് ഇതാണ്, ഞങ്ങൾ മതരാഷ്ട്രവാദം ഉന്നയിച്ചിട്ടില്ല എന്ന്. അത് വിശ്വാസത്തിലെടുക്കുകയായിരുന്നു UDF നേതൃത്വം ചെയ്തത്. പിന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമൊന്നുമല്ലല്ലോ. അവരെ വലിയ ഈ കേരള സമൂഹത്തിൽ എന്തോ ഒരു വലിയ സംഭവമാക്കി ഇപ്പോൾ അവതരിപ്പിക്കുകയാണ്. അത് രണ്ടുപേരും അതിനകത്തുണ്ട്, UDFും ഉണ്ട് LDFും ഉണ്ട്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് 3 തരികിടകളാണ്. ഒന്ന്, ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം തള്ളി പറഞ്ഞു എന്ന് വരുത്തി തീർക്കുക. അങ്ങനെ തള്ളി പറഞ്ഞിട്ടില്ല. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. ഞാനിവിടെ ചോദിച്ചു, ഇക്കാമത്തുദ്ദീൻ ഇന്ന് അവിടെ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, എന്നും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അതിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. ഇവിടെ ഇരുന്നിട്ട് അതിനെ വെളുപ്പിക്കുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള അത്രേ ഉള്ളൂ. ഇക്കാമത്തുദ്ദീൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് മലയാളത്തിലൊന്ന് പറഞ്ഞു തരാം. ഒന്നും അറിയാത്ത പച്ച പാവങ്ങള്. അതെന്താ നിങ്ങൾക്ക് പറയാൻ കഴിയും? ഒന്ന് ഡിഫൈൻ ചെയ്ത് തരൂ. അത് ചെയ്താൽ തീർന്നു, കഥ ഗെയിം ഓവറാണ്. അത് നിങ്ങൾ ചെയ്യുന്നില്ല, എന്നിട്ട് ഇല്ലാത്ത സാധനം വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇനി രണ്ടാമത്തെ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ഒരു ടു കോക്കി ഫാലസി, അതായത് ഞങ്ങൾ മാത്രമല്ല അവരും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളും ചെയ്യും എന്ന് പറയുന്ന നിലവിലുള്ള ഒരു അഴവഴമ്പൻ നിലപാട്. അതാ പ്രകൃതം, എന്താ ചെയ്യാ, ഒരു ജന്മം. അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്നതിൽ എന്താണ് വ്യത്യാസം? എന്താണ് അതിലെ ഒരു ഔന്നിത്യം നിങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത്? ഇനി മൂന്നാമത്തെ കാര്യം ഫോൾസ് ഇക്വലൻസ് ആണ്. അതായത് നിങ്ങൾ തെറ്റായ കമ്പാരിസൺസ് നടത്തുന്നു. ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് പറയുമ്പോൾ RSSുമായിട്ട് കമ്പയർ ചെയ്ത സമയത്ത് നിങ്ങൾ പറയുന്നത് തെറ്റായ കമ്പാരിസൺ ആണെന്ന് നിങ്ങൾ പറയുന്നത്. സത്യത്തിൽ അതാണ് കറക്റ്റ് കമ്പാരിസൺ. കാരണം എന്താ? നിങ്ങൾ പറയുന്നു രണ്ടും ഒരു നാണയത്തിന് രണ്ട് വശം പറഞ്ഞു പഠിപ്പിച്ച് നിങ്ങൾ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നു അത് കമ്പയർ ചെയ്യാൻ പാടില്ല. അതെങ്ങനെ ശരിയാവുക? ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പറയണം, ഈ പറയുന്ന RSSുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? എവിടെയാണ് RSSനെ മാറ്റി നിർത്തുന്നതും ജമാഅത്ത് ഇസ്ലാമിയെ എടുക്കുന്നതും എന്നുള്ളതിന് കൃത്യമായ കാരണം പറയാൻ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. അതോടൊപ്പം നിങ്ങളവിടെ കമ്പയർ ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ ലീഗ് അതുപോലുള്ള മറ്റു ചില പാർട്ടികളുമായിട്ട്. അവരുടെ ഭരണഘടനയൊക്കെ എടുത്തു നോക്കിയാൽ അതിൽ അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? അത് ഡെമോക്രസി, സോഷ്യലിസം, സെക്യുലറിസം ഇതിനൊക്കെ ഉയർത്തി വെക്കുന്നതാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? മതരാഷ്ട്രവാദം, ഇഖാമത്തുദ്ദീൻ, ഹുക്കൂമത്തെ ഇലാഹി, ഇത് തന്നെയാണ് ഇപ്പോഴും എഴുതി വെച്ചിരിക്കുന്നത്. ജമാഅത്ത് ഇത്ര കാലം കൊണ്ട് നടന്ന ജനാധിപത്യ വിരുദ്ധതയാണ്, ജനാധിപത്യം ഹറാമാണ്, നിങ്ങളുടെ നിസ്കാരം പോലും സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക വ്യവസ്ഥിതി ആകണം എന്ന് പഠിപ്പിക്കുന്ന സാധനമാണ്. ഞാനൊരു നഗ്ന സത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ലാട്ടാ. നമ്മളിത് പണ്ട് പറഞ്ഞ പ്രസംഗമൊന്നുമല്ല. ഈ ഏതാനും ആഴ്ചകൾക്ക് മുന്നേ നടന്നിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ ക്ലാസ്സുകളുണ്ട്, യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. എന്ത് പറ്റിയടാ? അവർ കൊടുക്കുന്ന ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഓറിയന്റേഷൻ കൊടുക്കുന്ന ക്ലാസ്സുകളിൽ ഇപ്പോഴും പഠിപ്പിക്കുന്ന സാധനമാണ് ഈ പറയുന്നത്. അവിടെ ഇപ്പോഴും പഠിപ്പിക്കുന്നു മതരാഷ്ട്രത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണമെന്ന്. ബുദ്ധിമാനായിരിക്കോ, പക്ഷെ മറ്റുള്ളവരെ വെറും മണ്ടന്മാരായി കളയരുത് കേട്ടാ. അപ്പോ നിങ്ങൾ ആദ്യം മുതൽ തുടങ്ങുക. ഈ തരികൾ, ഈ 3 തരം തരികടകൾ മാറ്റി വെച്ചിട്ട് അവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യും, ഈ തരത്തിലുള്ള തെറ്റായ കമ്പാരിസൺസ്, അതുപോലെ നിങ്ങൾക്ക് RSSുമായിട്ട് എന്താണ് വേർതിരിക്കാനുള്ളത് എന്ന് ഈ പറയുന്ന 3 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കൊണ്ടുവന്നാൽ നിങ്ങൾ തനിയെ ജമാഅത്ത് ഇസ്ലാമി എടുത്ത് കളയും. എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കല്ലേ, നീ ഒന്നും മിണ്ടാതിരി, എനിക്കല്ല അറിയാം. പിന്നെ അനുഭവിച്ചോട്ടോ. പക്ഷെ നിങ്ങൾ അതിന് ശ്രമിക്കുന്നില്ല, പകരം ഈ തരികട നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് നമ്മൾ അത് ആവർത്തിച്ച് പറയുന്നത്. ഈ തരത്തിൽ ചെയ്യുന്ന ഒരു പാർട്ടി UDFനെ നമ്മൾ തള്ളിയേ പറ്റൂ. ഇങ്ങനെ തുടരാനാണ് പരിപാടിയെങ്കിൽ നിന്റെ കാര്യം പോക്ക.